പല പല മത്സരങ്ങൾ ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പല പല കാഴ്ചകൾ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. പൂരമായാലും ആനയൂട്ടാണെങ്കിലും പുലികളിയാണെങ്കിലും അങ്ങനെ നിരവധി കാഴ്ചകൾ നിരവധി ആളുകളായിട്ട് കാലങ്ങളായിട്ട് കാണുന്നതാണ്. ഈ തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം ഒരേ തൃശ്ശൂർ പൂരമാണ്, ഒരേ ആനകൾ, ഒരേ കുടമാറ്റം, ഒരേ ലഞ്ചിത്തരമേളം. പക്ഷേ അത് എത്ര കണ്ടാലും മതി വരില്ല. ഓരോ തവണ കാണുമ്പോഴും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നത് പോലെയാണ്. അതേപോലെ തന്നെയാണ് ഈ തൃശ്ശൂരുകാർ കലാമേളയെ ഏറ്റെടുത്തത് അല്ലേ? ഉദ്ഘാടന ചടങ്ങ് മുതൽ ഒന്നാം വേദിയിലേക്ക് പോകാൻ തന്നെ പറ്റാത്ത അവസ്ഥയാ. നിറയെ ആളുകള്. എടുത്തു പറയേണ്ട കാര്യം, രാവിലെ 8 മണിക്ക് ഒരു സ്റ്റേജും ഉണർന്നിട്ടില്ല, പക്ഷെ ആളുകൾ വരുന്നു പരിപാടി കാണാൻ വേണ്ടിയിട്ട്. സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ വരികയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ. ആഘോഷമാക്കി മാറ്റിയാണ്. പൂരമാണെങ്കിലും കലോത്സവമാണെങ്കിലും അങ്ങ് ആഘോഷിക്കുകയാണ് തൃശ്ശൂരുകാർ. അതെ, വടക്കുന്നാഥനെ തൊഴുത് ഇറങ്ങിയിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, കലോത്സവം കാണാൻ വേണ്ടി, മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞോളൂ, എന്താണ് ഐറ്റം? മാപ്പിളപ്പാട്ട്. എവിടുന്നാ വരുന്നത്? ശ്രീനന്ദിനെ ചെറിയ ശ്രീനന്ദിനെ പലർക്കും പരിചയം ഉണ്ടാകും. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് പല റിയാലിറ്റി ഷോയുടെ വിന്നറാണ് അല്ലെ ശ്രീനന്ദ? ഓക്കെ, അപ്പോൾ തുടങ്ങാം, ഐറ്റം തുടങ്ങാം. പരിചയപ്പെടുത്തിട്ട് തുടങ്ങിക്കോളൂ. പിന്നെ ഞാൻ ഇന്ന് പാടിയ പാട്ടിന്റെ ലിറിക്സിസ്റ്റ് ഫസൽ കൊടുവള്ളി സാറും പിന്നെ മ്യൂസിക് ചെയ്ത മുസിൻ ഗുരുക്കൾ ഇവിടെ ഉണ്ട്. അവരെന്റെ ആളാണ്. സാറാണ് ശില്പികൾ. അതെ. ഓക്കെ, അപ്പൊ തുടങ്ങാം ശ്രീനന്ദേ. യെസ്. കർബലരണാങ്കണത്തിൻ കിസയിത് കഠിനർ കബീൽകളെ കത്തും കതിർപതി കടൽ ഭുവി പൊങ്കും വിങ്കും ദില്ലും കഥനമത കരയാതെൻ മോനെ പിറുതു സുലുനൈ ദഹലാൻ കഥനോടുരൈ മോഹം ഉടനെ അടലിതിൽ ഷഹിദുടബാൻ സുരപുരി താനോർ സയ്യിദർ ഷബാബുർ സുഹൃതമിലലങ്കൃതമായി ശുഹബതി മോഹം ഇബിനു സിയാദിൻ വലതുകൾ ചതിപ്പൊഴുതായി ചതിത്ത് ചിതൈത്ത് ജമൽക്ക് ചമൈന്ത് ചതുർപ്പുറം ചതുറുവരും ചുഗന്ത് ചിറന്ത് പരത്തെ വരിത്ത് അഹൽബത്ത് വിട നൊടിന്തും പതികുഫ ഉടമ്പടികൾ പിതർപാടെ ഹതയിടലായി ചീതം ചിഹ്നം ഹുസൈൻ തങ്ങളിൽ ചമർക്കളം ചുഷന്തിടലാ കർബലരണാങ്കണത്തിൻ കിസയിത് കഠിനർ കബീൽകളെ കത്തും കതിർപതി കടൽ ഭുവി പൊങ്കും ബിങ്കും ദില്ലും കഥനമതാ. താങ്ക് യു. അടിപൊളി, താങ്ക് യു. റിസൾട്ട് വന്നോ ശ്രീനന്ദ? എ ഗ്രേഡ് ആണോ ചോദിക്കേണ്ട കാര്യമല്ലല്ലോ, എ ഗ്രേഡ് ആണ്. അടിപൊളി. അപ്പൊ കൺഗ്രാറ്റ്സ് മോനെ. ഇനി ഉണ്ടല്ലോ അല്ലേ ഐറ്റംസ് പെർഫോം ചെയ്യാൻ? മാപ്പിളപ്പാട്ട് മാത്രമേ ഉള്ളൂ. ഹൈസ്കൂൾ വിഭാഗം അല്ലേ ഇത്? ഹയർ സെക്കൻഡറി വിഭാഗം. ഇതോടുകൂടി കലോത്സവത്തിനോട് വിട പറയാണോ? ആണോ? അപ്പൊ അതിന് ചെറിയൊരു സങ്കടം ഉണ്ടോ? സങ്കടമുണ്ട്. ഞാൻ കാരണം 9ാം ക്ലാസ് തൊട്ട് ഞാൻ സ്ഥിരം കലോത്സവ വേദികളിൽ താരമാണ്. അപ്പൊ അത് മിസ്സാവുന്നതിനുള്ളൊരു ചെറിയ സങ്കടം ഉണ്ട്. അതിനി വേറെ രൂപത്തിൽ കാണാം. വലിയ ഗായകനായിട്ട് വരട്ടെ, ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഗായകനായിട്ട് വരട്ടെ. അങ്ങനെ ഗായകനായി വന്നാൽ വീണ്ടും ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരാം. അപ്പൊ അതുപോലെ ശ്രീനന്ദനെ ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ബൈ മോനെ. താങ്ക് യു.